നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. ഇംഗ്ലീഷ് കോഴ്സിൻ്റെ ആദ്യ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററിലൂടെയാണ് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത്. ആദ്യം നമുക്ക് there is. ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെറിയ പദമാണ് there is. ഇതുകൊണ്ടാണ് പല ആളുകളും ഒരുപാട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. there is എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ് അർത്ഥം. ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഉണ്ട് എന്ന് പറയുന്ന ഈ പദം അതിന് ഉപയോഗിക്കേണ്ട മെത്തേഡ് ഉണ്ട്. അതില്ലാതെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ട് എന്ന് പറയാനാണ്, ഒരു സാധനമുണ്ട്, ഒരു കാര്യമുണ്ട് എന്നൊക്കെ പറയാനാണ് നമ്മൾ there is ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഒരു പേനയുണ്ട്, അല്ലെങ്കിൽ പക്ഷികളുണ്ട്, ഇങ്ങനെയൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന പദമാണ് there is അല്ലെങ്കിൽ there are എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. there is എന്ന് പറഞ്ഞാൽ സിംഗുലർ, അതായത് ഒറ്റപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ there is ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഒരു പേനയുണ്ട്, ഒരു കുട്ടിയുണ്ട്, ഒരു പുസ്തകമുണ്ട്, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട്. പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ there is അല്ല ഉപയോഗിക്കുക. എന്ന് പറഞ്ഞാൽ ഒറ്റ സാധനങ്ങൾ, സിംഗിളായ സാധനങ്ങൾ, അതിന് പറയാൻ വേണ്ടിയിട്ടാണ് there is ഉപയോഗിക്കുന്നത്. അപ്പോൾ സിംഗുലർ എന്നാണ് ആ നൗണിന് പറയാം. സിംഗുലർ നൗൺസ്, സിംഗുലറായ നാമങ്ങളെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് there is. അപ്പോൾ ഉണ്ട്, ഒരു പേനയുണ്ട്, there is a pen. മേശമേൽ ഒരു പേനയുണ്ട്, there is a pen on the table. മേശമേൽ. ക്ലാസ് റൂമിൽ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, there is a student in the classroom. ഇങ്ങനത്തെ പദങ്ങൾക്കാണ് there is ഉപയോഗിക്കുക. അപ്പോൾ സിംഗുലറിനാണ് there is ഉപയോഗിക്കുക. ഇതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ there is സ്റ്റുഡൻസ് എന്ന് പറയില്ല, there is ടീച്ചേഴ്സ് എന്ന് പറയില്ല, അവിടെ there are ആണ് ഉപയോഗിക്കുക. അതിൻ്റെ ക്ലാസ് അടുത്തതിൽ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ there isൻ്റെ ഉപയോഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമുക്കിനി ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് എവ്രി ഡേ അല്ലെങ്കിൽ കോമൺ സിറ്റുവേഷൻസ്, ഓരോ ദിവസവും നമുക്ക് പറയേണ്ടി വരുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ പറയേണ്ടി വരുന്ന ബേസിക് ആയിട്ടുള്ള ഉദാഹരണങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. there is a cat on the roof. റൂഫിന്മേൽ, റൂഫ് എന്ന മച്ച്, പുരയുടെ മുകളിലാണ് റൂഫ് എന്ന് പറയാം. അപ്പോൾ റൂഫിന്മേൽ ഒരു പൂച്ചയുണ്ട്, there is a cat. there is a book on the table. ടേബിളിന്മേൽ ഒരു പുസ്തകമുണ്ട്, there is on the table എന്നാണ്. on the table, ടേബിളിന്മേൽ. അവിടെ ടേബിളിൽ നിന്ന് നമ്മൾ പറഞ്ഞാലും ടേബിളിന്മേൽ എന്നാണ് അർത്ഥം. അപ്പോൾ ടേബിളിന്മേൽ എന്നുള്ളതിന് ഇൻ ദി ടേബിൾ എന്ന് പറയരുത്, ഓൺ ദി ടേബിൾ എന്ന് തന്നെ പറയാം. ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നാണ് അർത്ഥം. നമ്മൾ മലയാളത്തിനനുസരിച്ച് ഇംഗ്ലീഷ് വൽക്കരിക്കരുത്. there is a pen in my bag. എൻ്റെ ബാഗിനുള്ളിൽ ഒരു പേനയുണ്ട്. എൻ്റെ ബാഗിൽ എന്നാണ് അർത്ഥം. ബാഗിൽ എന്ന് പറഞ്ഞാൽ ബാഗിൻ്റെ ഉള്ളിൽ എന്നാണ് അർത്ഥം. ഇനി ബാഗിൻ്റെ മുകളിൽ ഒരാൾ പേന വെച്ചിരിക്കണമെങ്കിൽ അവിടെ there is a pen on my bag എന്നാണ് പറയാം. അത് മുകളിലായതുകൊണ്ടാണ്. അത് അകത്ത് എന്നുള്ള അർത്ഥമാണ് ഇൻ എന്നുള്ളതിൻ്റെ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള അർത്ഥം. there is a glass of water. ഒരു ഗ്ലാസ് വെള്ളമുണ്ട് ഓൺ ദി ഡെസ്കിന്മേൽ. there is a phone. ഒരു ഫോണുണ്ട്, റിങ് ചെയ്യുന്നുണ്ട്, സംവേർ എവിടെയോ. എവിടെ നിന്നാണെന്ന് കൃത്യമായി മനസ്സിലാവുന്നത്, അതുകൊണ്ടാണ് സംവേർ എന്ന് പറഞ്ഞത്, എവിടെയോ. there is a spider on the wall. ചുമരിന്മേൽ ഒരു സ്പൈഡർ ഉണ്ട്, ഒരു ചിലന്തി ഉണ്ട്. ഇതിലൊരുപാട് പുതിയ വാക്കുകൾ നമുക്ക് കിട്ടും, അതൊക്കെ നമ്മൾ പഠിക്കണം. there is a key. ഒരു ചാവിയുണ്ട് അണ്ടർ ദി മാറ്റ്. മാറ്റിൻ്റെ താഴെ, ചവിട്ടിയുടെ താഴെ. there is a light in the room. റൂമിനകത്ത് വെളിച്ചമുണ്ട്. there is a letter. ഒരു കത്തുണ്ട് for you, നിനക്ക്. for you എന്ന് പറഞ്ഞാൽ നിനക്ക്, for me എനിക്ക്, for him അവൻക്ക്, അങ്ങനെ പറയാം. there is a mistake. ഒരു പിഴവുണ്ട് in your sentence. നിൻ്റെ വാക്യത്തിൽ ഒരു പിഴവുണ്ട്. അടുത്തത് നേച്ചർ ആൻഡ് എൻവയോൺമെൻറ്റ്, പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതി, ഇതുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങളാണ്. there is a river near my village. എൻ്റെ വില്ലേജിനടുത്ത്, നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത് എന്നർത്ഥം. there is a river, ഒരു നദിയുണ്ട്, നിയർ മൈ വില്ലേജ്, എൻ്റെ വില്ലേജിനടുത്ത്. there is a big tree. ഒരു വലിയ മരമുണ്ട് ഇൻ ദ ഗാർഡനിൽ. there is a bird. ഒരു കിളിയുണ്ട്, സിംഗിങ്, പാട്ട് പാടുന്നുണ്ട്, ഇൻ ദി മോർണിംഗ്, രാവിലെ. there is a rainbow. ഒരു മഴവില്ലുണ്ട് ആഫ്റ്റർ ദി റെയിൻ, മഴയ്ക്ക് ശേഷം. there is a cool breeze. there is a cool breeze. there is ഉണ്ട് a cool breeze. ഒരു തണുത്ത ഇളം കാറ്റുണ്ട്. ബ്രീസ് എന്ന് പറഞ്ഞാൽ ഇളം തെന്നൽ എന്നൊക്കെയാണ് പറയാം. ടുഡേ, ഇന്ന്. ഇപ്പം ഇന്നൊരു ചെറിയ കാറ്റുണ്ട്. there is a mountain in the distance. there is a mountain. ഒരു പർവ്വതമുണ്ട് in the distance, വിദൂരതയിൽ. there is fresh snow. there is ഉണ്ട് fresh
ഫ്രഷ് ആയിട്ടുള്ള സ്നോ, മഞ്ഞുണ്ട്. ഓൺ ദി ഗ്രൗണ്ട്, ഗ്രൗണ്ടിൽ അർത്ഥമാണ് അതിന്. ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നിലത്ത് നടത്തം. ദർ ഈസ് എ ഹോൾ, ഒരു ഹോളുണ്ട്, ഒരു ദ്വാരമുണ്ട്. ഇൻ ദി ഫെൻസ്, മതിലിനകത്തൊരു ദ്വാരമുണ്ട്. ദർ ഈസ് എ ഫിഷ്, ഒരു മീനുണ്ട്. ഇൻ ദി പോണ്ട്, കുളത്തിൽ ഒരു മീനുണ്ട്. ഇനി പ്ലേസസ് ആൻഡ് ലൊക്കേഷൻസ്, ചില സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങൾ. ദർ ഈസ് എ ബാങ്ക് നെക്സ്റ്റ് ടു സൂപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റിനടുത്തായിട്ട് ഒരു ബാങ്ക് ഉണ്ട്. നെക്സ്റ്റ് ടു എന്ന് പറഞ്ഞാൽ അടുത്തായിട്ട്. ദർ ഈസ് എ പാർക്ക്, ഒരു പാർക്കുണ്ട്. ബിഹൈൻഡ് മൈ ഹൗസ്, എൻ്റെ വീടിന് പിറകെ. ദർ ഈസ് എ റെസ്റ്റോറൻറ്റ് ഓൺ ദിസ് സ്ട്രീറ്റ്, ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഓൺ ദിസ് സ്ട്രീറ്റ്, ഈ സ്ട്രീറ്റിൽ. ദർ ഈസ് എ ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. നിയർ ദി ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റോപ്പിനടുത്ത്. ദർ ഈസ് എ ന്യൂ മാൾ, ഒരു പുതിയ മാളുണ്ട്. ഇൻ ദി സിറ്റിയിൽ. ദർ ഈസ് എ ഹോട്ടൽ, ഒരു ഹോട്ടലുണ്ട്. ഓപ്പോസിറ്റ് ദി സ്റ്റേഷൻ, സ്റ്റേഷൻ്റെ നേർ വിപരീത ഭാഗത്ത്, ഓപ്പോസിറ്റ് സൈഡിൽ. ദർ ഈസ് എ ബ്രിഡ്ജ്, ഒരു ബ്രിഡ്ജുണ്ട്, ഒരു പാലമുണ്ട്. അക്രോസ് ദി റിവറിന് കുറുകയായിട്ട്. ദർ ഈസ് എ മ്യൂസിയം ഇൻ ദി ക്യാപിറ്റൽ, തലസ്ഥാനത്ത് ഒരു മ്യൂസിയം ഉണ്ട്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ തലസ്ഥാനം. ദർ ഈസ് എ സ്മോൾ ഷോപ്പ്, ഒരു ചെറിയ ഷോപ്പുണ്ട്. നിയർ മൈ സ്കൂൾ, എൻ്റെ സ്കൂളിൻ്റെ അടുത്തായിട്ട്. ഇനി ടൈം, ഇവൻറ്റ്സ് ആൻഡ് ഒക്കേഷൻസ്, ഏതെങ്കിലും സമയവുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ. ഇവൻറ്റ്സ്, എന്തെങ്കിലും പരിപാടികളുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഒക്കേഷൻസ്, എന്തെങ്കിലും പ്രോഗ്രാമുകൾ, അതുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ദർ ഈസ് എ മീറ്റിംഗ് അറ്റ് 10 o'clock. ദർ ഈസ് എ മീറ്റിംഗ്, ഒരു മീറ്റിംഗ് ഉണ്ട്. അറ്റ് 10 o'clock, 10 മണിക്ക്. ഓരോ സമയത്തിനും ഇങ്ങനെ, ഇപ്പോൾ ഉദാഹരണത്തിന് 9 മണിക്ക് എന്നുള്ളതിന് 9 എന്ന് എഴുതിയ ശേഷം ഒരു ഓ ഇടും, അതിൻ്റെ മേലെ ഒരു കോമയും ഇടും. അതാണ് 10 9. 8 മണിക്കാണെങ്കിൽ 8 o'clock, 7 മണിക്കാണെങ്കിൽ 7 o'clock, അങ്ങനെ പറയാം കേട്ടോ. സമയത്തിനെ കുറിച്ച് നമ്മൾ വേറെ ക്ലാസ് സ്പെഷ്യലായിട്ട് പറയും, അപ്പോൾ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ദർ ഇസ് എ ഫെസ്റ്റിവൽ, ഒരു ഉത്സവമുണ്ട്. നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച. ദർ ഇസ് എ പ്രോബ്ലം വിത്ത് ദ സിസ്റ്റത്തിന് ചെറിയ പ്രശ്നമുണ്ട്. ദർ ഇസ് എ പ്രോബ്ലം ഉണ്ട് വിത്ത് ദ സിസ്റ്റത്തിന് പ്രശ്നമുണ്ട്. ദർ ഇസ് എ ഡിലേ, ഒരു ഡിലേ ഉണ്ട്. ഡിലേ എന്ന് പറഞ്ഞാൽ ലേറ്റ് ആവാൻ അർത്ഥം. ഇൻ ദി ഫ്ലൈറ്റിൽ ഡിലേ ഉണ്ട്, ഫ്ലൈറ്റ് നേരം വൈകുന്നർത്ഥം. ഇനി ദർ ഈസ് എ സെയിൽ, ഒരു കച്ചവടമുണ്ട്. ഗോയിങ് ഓൺ, നടക്കുന്നുണ്ട്. ടുഡേ, ഇന്നൊരു കച്ചവടം നടക്കുന്നുണ്ട്. ദർ ഈസ് എ ഫുട്ബോൾ മാച്ച്, ഒരു ഫുട്ബോൾ മാച്ച് ഉണ്ട്. ടു നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി. ഇനി ദർ ഈസ് എ ന്യൂ മൂവി, ഒരു പുതിയ സിനിമയുണ്ട്. റിലീസ് ആവുന്നുണ്ട്. ടുമോറോ, നാളെ. ഇനി ദർ ഈസ് ആൻ എക്സാം, ഒരു എക്സാം ഉണ്ട്. ടുമോറോ മോർണിംഗ്, നാളെ രാവിലെ. ദർ ഈസ് എ സെലിബ്രേഷൻ അറ്റ് അവർ ഓഫീസ്, ദർ ഈസ് എ സെലിബ്രേഷൻ, ഒരു ആഘോഷമുണ്ട്. അറ്റ് അവർ ഓഫീസ്, ഞങ്ങളുടെ ഓഫീസിൽ. ഓവർ മോറോ എന്ന് പറഞ്ഞാൽ മറ്റന്നാളെ എന്നർത്ഥം. ദ ഡേ ആഫ്റ്റർ ടുമോറോ എന്നും പറയും. ഓവർ മോറോ പുതിയ വാക്കാണ്. പല ആളുകൾക്കും ഇതിൻ്റെ അർത്ഥം അറിയില്ല. ഈ ഓവർ മോറോ എന്നുള്ള പദം റെയറായിട്ട് യൂസ് ചെയ്യുന്ന പദമാണ്. ദർ ഈസ് എ ബർത്ത്ഡേ പാർട്ടി ദിസ് ഈവനിങ്, ഇന്ന് ഈവനിങ്ങിൽ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. ദിസ് ഈവനിങ് എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം. അടുത്തത് ഫീലിങ്സ്, ഐഡിയാസ് ആൻഡ് സിറ്റുവേഷൻസ്. നമ്മുടെ ഫീലിങ്സ്, വികാരങ്ങൾ, ഐഡിയാസ്, ആശയങ്ങൾ, സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ, ഇതൊക്കെ പറയുമ്പോൾ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ദർ ഈസ് ഹോപ്പ് ഫോർ ദി ഫ്യൂച്ചർ. ദർ ഈസ് ഹോപ്പ്, പ്രതീക്ഷയുണ്ട്. ഫോർ ദി ഫ്യൂച്ചർ, ഭാവിക്കൊരു പ്രതീക്ഷയുണ്ട്. അതായത് ഭാവിയിലൊരു പ്രതീക്ഷയുണ്ട് എന്നർത്ഥം. ദർ ഈസ് എ റീസൺ, ഒരു കാരണമുണ്ട്. റീസൺ എന്ന് പറഞ്ഞാൽ കാരണം. ഫോർ എവറിത്തിങ്, എല്ലാത്തിനും. ദർ ഈസ് പീസ്, സമാധാനമുണ്ട്. ഇൻ സൈലൻസ്, നിശബ്ദതയിൽ. ദർ ഈസ് ബ്യൂട്ടി, ഭംഗിയുണ്ട്. ഇൻ സിംപ്ലിസിറ്റിയിൽ, ലാളിത്യത്തിൽ എന്നർത്ഥം. അതുപോലെ ദർ ഈസ് സം ട്രൂത്ത്, കുറച്ച് സത്യമുണ്ട്. ഇൻ ഹിസ് വേർഡ്സ്, അവൻ്റെ വാക്കുകളിൽ. ദർ ഈസ് കൺഫ്യൂഷൻ ഉണ്ട്. എമംഗ് ദി സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾക്കിടയിൽ. എമംഗ് എന്ന് പറഞ്ഞാൽ ഇടയിൽ എന്നർത്ഥം. എമംഗ് ദി സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾക്കിടയിൽ. എമംഗ് ടീച്ചേഴ്സിനിടയിൽ, അങ്ങനെ. ദർ ഈസ് പ്രഷർ എന്ന് പറഞ്ഞാൽ സമ്മർദ്ദമുണ്ട്. ടു ഫിനിഷ്, തീർക്കാൻ സമ്മർദ്ദമുണ്ട്. ദി പ്രോജക്റ്റ്. ദർ ഈസ് ജോയ്, ആനന്ദമുണ്ട്. ഇൻ ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കുന്ന വിഷയത്തിൽ. അത്രയും ഉദാഹരണങ്ങളാണ് ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനുള്ളത്. ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള ഉദാഹരണങ്ങളാണ്. അതായത് ഒരു കാര്യം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇല്ല എങ്ങനെ പറയും? ഉദാഹരണത്തിന് ഒരു മേശമേലൊരു പേനയുണ്ട്, അതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇനി മേശമേലൊരു പേന ഇല്ല എന്നെങ്ങനെ പറയും?
അതാണ് ഈ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനുള്ളത്. എല്ലാവരും ഈ ഉദാഹരണങ്ങളൊക്കെ എഴുതി വെക്കുക. ഇത് കൂടാതെ നിങ്ങൾക്ക് പറ്റുന്ന കുറച്ച് 10 ഉദാഹരണങ്ങളിൽ there is വെച്ചുകൊണ്ട് നിങ്ങൾ എഴുതുക, സ്വന്തമായിട്ട് എഴുതുക. ഓക്കെ, സിമ്പിളായിട്ടുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പറ്റുന്നത് മതി. അപ്പോഴാണ് അതൊന്നും കൂടി പ്രാക്ടീസ് ആവുള്ളൂ. ഓക്കെ, അടുത്ത ചാപ്റ്ററിൽ വീണ്ടും കാണാം. താങ്ക് യു.